നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ശ്രുതിയുടെ മേലില്. കാരണം ഈ പറയുന്ന ഇളയച്ചനാന്നും പറഞ്ഞുകൊണ്ട് ബീരാനെ കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാള് ഈ നാട്ടിലെവിടെയാണ്. താൻ ഇതിനു മുമ്പ് പോയി ചിക്കൻ കടയിലാണ് നിന്ന് വിളിക്കണം എന്നുള്ള കാര്യം രേവതി സച്ചിയോട് ഉറപ്പിച്ചു പറഞ്ഞു. സച്ചി പറഞ്ഞു, അല്ല നിനക്ക് ഉറപ്പുണ്ടോ ആ കടയാന്ന്? അതേന്നേ, ഞാൻ പറഞ്ഞല്ലോ ആ മേപ്പത്തൂർ ആ ഭാഗത്തുള്ള ആ കടയാണ്. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയതാ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കടയിലെങ്ങാനും ഈ പറയുന്ന ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കാണുമായിരിക്കും. എന്നിട്ടാ പറയണ മംഗലാപുരത്ത അവിടെ എവിടെയാന്നൊക്കെ പറയണേ. രേവതി, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കള്ളത്തരം നമുക്ക് പൊളിക്കണ്ടേന്ന് ചോദിച്ചു. പൊളിക്കണം എന്ന് ആഗ്രഹമുണ്ട് സച്ചേട്ടാ, പക്ഷെ എങ്കില് അവള് പിടുത്ത തരാതെ മുങ്ങി മുങ്ങി നടക്കുമല്ലേന്ന് ചോദിച്ചു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാലേ അധികം നാളൊന്നും ഇങ്ങനെ കള്ളത്തരം കാണിച്ചു പോകാൻ പറ്റില്ല രേവതി. നമ്മുടെ വലയിൽ വന്ന് പാർലടുത്ത് കുടുങ്ങാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. നീ നോയിക്കോ, അധിക ദിവസമൊന്നും അതിന് വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്നാലും സ്വന്തം അച്ഛൻ മരിച്ചെന്നൊക്കെ ഇങ്ങനെ കള്ളത്തരം പറയുന്നവൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എത്ര വിഷമായിരുന്നു അറിയാവോ? ഇവിടെ അതൊന്നും ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അച്ഛനും മരിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, ഒരു പക്ഷേങ്കില് നേരത്തെ മരിച്ചു പോയതായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് നമ്മളിന്ന് പറ്റിക്കണ്ടേ? ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളും അറിഞ്ഞിരിപ്പുണ്ട്. അതാ പാർലടുത്ത് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയണേന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ശ്രുതി പാർലറിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ആ സമയം ശ്രുതി വന്നിട്ട് പറഞ്ഞു, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. നീ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ഇളയച്ചനോട് പറഞ്ഞിട്ട് ആ ചിതാഭസ്മം ഇവിടെ എത്തിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടാന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇതേ ശ്രുതി, എനിക്ക് ആ പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എൻ്റെ അച്ഛനാ മരിച്ചുപോയത്, നിന്റെ ഒന്നും അല്ലല്ലോ. ആ സമയത്താണ്. അല്ല ശ്രുതി, ഇനിയിപ്പം എങ്ങാനും ആ ചിതാഭസ്മം കൊണ്ടേ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് പുഴയിൽ ഒഴുക്കിയില്ലെങ്കിൽ അതിന്റെ ദോഷം എനിക്കൊക്കെയല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഓർത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അവിടുന്ന്. ഈ അന്ധവിശ്വാസം തന്നെ ആദ്യം ഒന്നും കൊണ്ടേക്കളാ. എൻ്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കാനൊന്നും വരത്തില്ല. എൻ്റെ അച്ഛനൊരു പാവമായിരുന്നൊക്കെ പറഞ്ഞു. സത്യമാണോ നീ പറയണേ? പിന്നല്ലാതെ. അതും പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഇറങ്ങി. ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് മീരനെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മീരയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. പിന്നീട് മീരയെ പോയി കാണുവാണ്. മീരയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ ബീരാൻ്റെ അടുത്തേക്ക് വന്നു. ബീരാൻ്റെ അടുത്തേന്ന് ശ്രുതിയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായനം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. വീരാൻ പറഞ്ഞു, എൻ്റെ ബുദ്ധി അത്. ശരിക്കും പറഞ്ഞാൽ കള്ളത്തരം പിടിക്കപ്പെടേണ്ടതായിരുന്നു. ഞാൻ ഇറച്ചിക്കടയിൽ നിൽക്കുന്ന ആ ഒരു കോലത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കള്ളത്തരം പൊളിഞ്ഞാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് പേടിയുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോന്ന്. പിന്നെ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ശ്രുതി മോളെ? എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം മീര പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും വീരാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അഭിനയിച്ച് ഞാൻ മടുത്തു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്നെ വിളിക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞല്ലേ. എന്നിട്ട് വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു. മീര പറഞ്ഞു, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേന്ന് ചോദിച്ചു. വേറെ നിവൃത്തിയില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ കൊണ്ട് കള്ളത്തിലൊന്നും പറ്റില്ല കേട്ടോ. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കരുത്. അതൊക്കെ പറഞ്ഞിട്ട് ബീരാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മീരയോട് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ട്? അല്ല ചിതാഭസ്മം ഫോട്ടോയൊക്കെ വേണമെന്നാ പറയണേ. ഓ ചിതാഭസ്മം, ഒരു കാര്യം ചെയ്യേ, കുറച്ച് ചാരം എടുത്തോണ്ട് കൊടുക്കുക ചിതാഭസ്മം എന്നും പറഞ്ഞുകൊണ്ട്. ഇടി നിനക്ക് അതൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യേ, കടയിൽ നിന്ന് കുറച്ച് ഭസ്മം മേടിക്കുക. എന്നിട്ട് അത് ചിതാഭസ്മം എന്നും പറഞ്ഞിട്ട് കൊണ്ടേ കൊടുത്താൽ മതിയല്ലോ. അല്ല ഇത്ര പെട്ടെന്ന് എവിടുന്നാന്ന് ചോദിച്ചാൽ അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യേ, 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഇളയച്ചന് ആരെ കൊണ്ടേലും ഇവിടെ വരുത്തിച്ചാന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്തിച്ചാന്ന് മലേഷ്യന്ന് എങ്ങനെയും ഇവിടെ എത്തിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അത് ഓക്കെ. അപ്പൊ ഫോട്ടോയ്ക്ക് എന്നെ ചെയ്യും? ഫോട്ടോയ്ക്ക് നീ എന്തേലും ചെയ്യ. അല്ലാതെ പിന്നെ ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് തരാനെന്ന് ചോദിച്ചു. അല്ല നിന്റെ അച്ഛന്റെ ഫോട്ടോ ഇല്ലേന്ന് ചോദിച്ചു. അച്ഛന്റെ ഫോട്ടോയോ? അതെ എൻ്റെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ കാണത്തില്ല. അമ്മയോട് പോയി ചോദിക്കുക. അങ്ങനെ ആ ഫോട്ടോ മേടിച്ചിട്ട് അത് ഫ്രെയിം ചെയ്തുകൊണ്ട് വെച്ചാൽ പോരെ? എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം പരിഹരിച്ചില്ലേന്ന് ചോദിച്ചു. അത് ശരിയാ. അങ്ങനെ ശ്രുതി എന്ത് ചെയ്തു, വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് വിമലോട് കാര്യങ്ങളൊക്കെ പറയണം. തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്നാ തോന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വിമല പറഞ്ഞു, മോളെ സത്യങ്ങളൊക്കെ തുറന്നു പറ. ഇനി എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നേ? പക്ഷെ ശ്രുതിക്ക് ദേഷ്യം വന്നേ. അമ്മ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. അമ്മ എൻ്റെ ജീവിതം കൊണ്ട് തല്ലിക്കെടുത്തിയത്.
ചെറിയ പ്രായത്തിൽ ഒരു കിളവനെ കൊണ്ട് പിടിച്ചു കെട്ടിച്ചു വിട്ടു. അങ്ങേരാണെങ്കിലും മരിച്ചും പോയി. ഒരു കുഞ്ഞുമുണ്ട്. എന്നിട്ടിപ്പോഴോ രണ്ടാമതൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി എനിക്ക് ആ ജീവിതം ഒന്നും ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല. ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം വേദനയോട് കൂടിയിട്ടാ മുന്നോട്ട് പോകണമെന്നറിയാവോ? അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ വിമല പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ശ്രുതി ഫോണിനകത്തൊരു ഫോട്ടോ പിടിച്ചു. ഇത് മതി, എന്തിനാ മോളെ ഇതെന്ന് ചോദിച്ചു. ഇതവിടെ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ അച്ഛനാന്ന് പറഞ്ഞ് ഞാൻ ആരെ കൊണ്ട് കാണിക്കും. പിന്നെ ഈ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോൾ ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നാതിരുന്നാൽ മതിയായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വിമല പറഞ്ഞു, മോളെ നിന്റെ ഷേപ്പാ നിന്റെ അച്ഛന്, അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി. ആ ഫോട്ടോയൊക്കെ ഒന്നും വലുതായിട്ട് ഫ്രെയിം ചെയ്യിച്ചുകൊണ്ടൊക്കെയാണ് പോരുന്നത്. കാരണം വീട്ടിൽ വരുമ്പോൾ തെളിവ് കൊടുക്കണം. ഇനിയിപ്പോൾ ഫോട്ടോയും കൂടെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നുമല്ലോ. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ശ്രുതി രേവതിനെ സച്ചിനെ അവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ച് തൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതിയും കൂടെ വന്നു. എന്താ മോളെന്ന് ചോദിച്ചു. അല്ല, എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അത് അച്ഛൻ്റെ ഫോട്ടോ കയ്യിലില്ലെന്നല്ലേ പറഞ്ഞേ? എൻ്റെ കയ്യിലില്ലായിരുന്നു, ഇളയച്ചൻ്റെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇളയച്ചൻ രാവിലെ പറഞ്ഞല്ലോ ഇളയച്ചൻ്റെ ഫോൺ പോയപ്പോൾ അതിനകത്തില്ലായിരുന്നു. അത് പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ ഫ്രണ്ട് ഇളയച്ചനെ കൊടുത്താന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് ആ ഫോട്ടോ മേടിച്ച് നോക്കുവാണ്. കൊള്ളാലോ മോളെ, മോളുടെ ഷേപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സച്ചിൻ രേവതിയൊക്കെ പരസ്പരം നോക്കുവാണ്. ഇതെങ്ങനെ സെറ്റാവും? അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയോട് പറഞ്ഞു, ഇത് കള്ളത്തരമാണെന്ന് തോന്നില്ല, ഇത് ശരിക്കുള്ള അച്ഛനാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കണം കേട്ടോ, അച്ഛൻ്റെ മുന്നിൽ വിളക്ക് വെച്ച് നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അത് ശരിയാ, വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഐശ്വര്യം നമുക്കുണ്ടാവും എന്ന് പറഞ്ഞു. കാരണം രേവതി അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഒരു പക്ഷെ മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വിളക്ക് വെച്ച് ആരും പ്രാർത്ഥിക്കത്തില്ലോ. പക്ഷെ ശ്രുതിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലായിരുന്നു. തൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയതാ, അതുകൊണ്ട് ധൈര്യമായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം രേവതി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്, ആ ഫോട്ടോയും മാലയിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. എൻ്റെ അമ്മ അതിന് മുമ്പ് എന്നും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അങ്ങനെയാ വേണ്ടത്, മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാലയൊക്കെ ഇട്ട് അവരെ ഭിത്തി തൂക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഇവിടെ ഇനിയിപ്പം പാർലടുത്തിന് അച്ഛൻ്റെ ഫോട്ടോയും കൊണ്ടേ വെച്ചു. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അല്ല മോളെ, ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, ഒരു കാര്യം ചെയ്യാം, ബലിയിലൊക്കെ തീർന്നതിന് ശേഷം മോള് മുറിയിൽ കൊണ്ടേ വെച്ചാൽ മതി, ഇവിടെ എവിടെയെങ്കിലും വെച്ചോ, എന്നിട്ട് മാലയൊക്കെ ഇടാനായിട്ട് പറഞ്ഞു. ഒടുവിൽ രേവതി ഒരു പൂമാലയൊക്കെ കൊണ്ടേ കൊടുത്തു. ശ്രുതിയൊക്കെ ഇട്ടു, മാലയൊക്കെ ഇടുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ പേരിൽ കിട്ടണം, ഇനി ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്, എല്ലാ തടസ്സങ്ങളും നീക്കി അതൊന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തെത്തിക്കണം, എന്തേലും ഒരു വഴി പറഞ്ഞ് തരണേ ജയമോഹനേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ശ്രുതിയുടെ അച്ഛൻ്റെ പേര് ജയമോഹനാന്നുള്ള കാര്യം ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ പറയുന്ന വായി കിട്ടിയൊരു പേരങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ ശരിക്കുള്ള അച്ഛൻ്റെ പേര് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ചന്ദ്രമതിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ കിട്ടണമെന്ന് മാത്രമായിരുന്നു, അല്ലാതെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയാലും വിഷമമൊന്നുമില്ല. എങ്ങനെ മരിച്ചു പോയാലും ആരൊക്കെ മരിച്ചു പോയാലും ചന്ദ്രമതിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്വത്തുക്കൾ കിട്ടണം, അതായിരുന്നു ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഫോട്ടോ എല്ലാം കൊണ്ടേ വെച്ച് ശ്രുതി മുറിയിലേക്ക് എന്നപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അല്ല ആ ഭസ്മത്തിൻ്റെ കാര്യം, അതെ ചിതാഭസ്മൊക്കെ എത്തിച്ചോളും, ഞാൻ ഇളയച്ചനോട് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ടെന്ന് വിധം തന്നെ ഇവിടെ എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇളയച്ചൻ തേടിക്കോളൂ എന്ന് പറഞ്ഞു. രേവതിക്ക് സച്ചിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു കളി നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഫോട്ടോയും കൊണ്ടുവന്ന് അത് ഒറിജിനൽ ആണോ എന്ന് പോലും അറിയത്തില്ല, എല്ലാവരും പറ്റിക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ കള്ളത്തരം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും ചെയ്ത ചതി എന്താണെന്ന് അറിയാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ ദിവസങ്ങളിൽ ഓരോ കള്ളത്തരം കാണിക്കണേന്ന്, എന്ത് മറിക്കാനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അധികം വൈകാതെ ശ്രുതിയുടെ ആ കള്ളത്തരം കണ്ടുപിടിക്കും രേവതി സച്ചിൻ ചേർന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.